മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഏറെ ദീർഘവീക്ഷണമുള്ള സ്വഹാബിയാണ്. പല വിഷയങ്ങളിലും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഖൗലിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി, അസ്സുനനുൽ വാരിദ ഫിൽ ഫിതനി ലിദ്ദാനി, ഇമാം ദാനിയുടെ ഫിത്നയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസിൻ്റെ ക്രോഡീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅ്തു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അലൽ മിൻബരി വഹുവ യഖൂൽ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് ഖുതുബ നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത്? സയകൂനു ഫീകും ഖൗമുൻ, നിങ്ങളിൽ ഒരു വിഭാഗം വരാനുണ്ട്, മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ, യുകദ്ദിബൂന ബിർറജും, അവർ റജുമിനെ അഥവാ വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലണം, വിവാഹിതരായ വ്യഭിചാരികളാണെങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്നുള്ള ഹദീസിലെ പരാമർശത്തെ കളവാക്കി അങ്ങനെയൊന്നില്ല എന്ന് പറയുന്നവർ വരും. വയുകദ്ദിബൂന ബിദ്ദജ്ജാൽ, ദജ്ജാൽ വരികയില്ല എന്ന് പറയുന്നവർ വരും. വയുകദ്ദിബൂന ബിതുലൂഇ ശംസി മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കും എന്നതിനെ നിഷേധിക്കുന്നവർ വരും. വയുകദ്ദിബൂന ബിഅദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയെ നിഷേധിക്കുന്നവർ വരും. വയുകദ്ദിബൂന ബിശ്ശഫാഅ, പ്രവാചകന്റെ ശഫാഅത്തിനെ നിഷേധിക്കുന്ന ആളുകൾ വരും. വയുകദ്ദിബൂന ബിഖൗമിൻ യഖ്റുജൂന മിനന്നാരി മിൻ ബഅദി മംതുഹിഷു, നരകത്തിൽ എരിയപ്പെട്ടതിന് ശേഷം അവരുടെ പാപങ്ങൾ കഴിഞ്ഞതിന് ശേഷം സ്വർഗത്തിൽ ആളുകൾ പ്രവേശിപ്പിക്കപ്പെടും എന്ന ഹദീസുകളെയും നിഷേധിക്കുന്ന ആളുകൾ വരും. ഫലഇൻ അദ്റക്തുഹും ലഅഖ്തുലന്നഹും ഖത്ല ആദിൻ വസമൂദ്, അങ്ങനെ ഒരു ടീമിനെ ഞാൻ കണ്ടുമുട്ടിയാൽ ആദ് സമൂദ് ഗോത്രങ്ങൾ അവർ നശിപ്പിക്കപ്പെട്ടതുപോലെ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല, അതിലെ പരാമർശങ്ങളൊന്നും ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലെ ശിക്ഷയെയും ദജ്ജാലിൻ്റെ വരവിനെയും സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിനെയും തുടങ്ങി പലതിനെയും നിഷേധിക്കുന്ന ആളുകൾ, ഒറ്റപ്പെട്ട ഹദീസുകൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഹദീസുകളെ നിരാകരിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി പല വാദങ്ങളും പറഞ്ഞുകൊണ്ട് ഹദീസുകളെ നിഷേധിച്ച് പറയപ്പെട്ട മുതവാത്തിറായി വന്ന വിഷയങ്ങളെപ്പോലും നിരാകരിക്കുന്ന ആളുകളുണ്ടാകുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ ദജ്ജാൽ അങ്ങനെ വരുമെന്ന് പറയുമ്പോൾ അതിനെ തമാശയാക്കുകയാണ്, അതിനെ കളിയാക്കുകയാണ്. വേറെ ചിലർ അത് അംഗീകരിക്കുന്നു, പക്ഷെ അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് അംഗീകരിക്കുന്നത്. അതങ്ങനെ ഒരു വ്യക്തിയൊന്നുമല്ല, ലോകത്തിൻ്റെ തിന്മയെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തത്വത്തിൽ അവരും ദജ്ജാലിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിനും ആ പ്രവാചകൻ അസ്സാദിഖുൽ മസ്ദൂഖാണ്. ആ പ്രവാചകന് സത്യം മാത്രമേ പറയുകയുള്ളൂ. ആ പ്രവാചകൻ അള്ളാഹുവിനാൽ സത്യപ്പെടുത്തപ്പെട്ട പ്രവാചകനാണ്. നല്ല തെളിഞ്ഞ ബുദ്ധിയുള്ള, തെളിഞ്ഞ വിശ്വാസമുള്ള ആളുകളും ആ മഹാനായ പ്രവാചകനെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള സത്യസന്ധനായ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, സ്വന്തം ഇഷ്ടപ്രകാരം ആ പ്രവാചകൻ സംസാരിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അത് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയാണ്. അങ്ങനെ സംസാരിക്കുന്ന മഹാനായ പ്രവാചകന്റെ നാവിലൂടെ സത്യസന്ധരായ സ്വഹാബികളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സ്വഹീഹായ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാവുന്നതാകുന്നു. ഇൻഷാ അല്ലാഹ് ആ നിലക്ക് സൂചന നൽകുന്ന ഹദീസുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഭാഗ്യം കെട്ടവരല്ലാതെ ഇത്തരം ഹദീസുകളെ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുകയില്ല എന്ന് നാം മനസ്സിലാക്കുക.